ജീവിതത്തിൽ നമുക്ക് വഴികാട്ടി തരുന്നത് പല ആളുകളാണ് അല്ലേ. നമ്മുടെ രക്ഷിതാക്കൾക്ക് നമുക്ക് നല്ലൊരു വഴികാട്ടി തരാൻ കഴിയും. നമ്മൾക്ക് എവിടെയാണ് എത്തേണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് വേണ്ട സപ്പോർട്ടും അതിലേക്ക് നമുക്ക് വേണ്ട ഉപദേശങ്ങളും നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനൊക്കെ രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനൊരു രക്ഷിതാക്കളുടെ സപ്പോർട്ട് കൂടെ എത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. എങ്കിലും നമ്മളിപ്പോൾ ഉയരങ്ങളിലെത്തിയ, ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്, ഉയരങ്ങളിലെത്തിയ സ്ത്രീകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ അവരുടെ അച്ഛൻ്റെയോ അമ്മയോടെയോ പൂർണ്ണ പിന്തുണയുടെ കൂടെയായിരിക്കും അവർ സ്ഥാനത്തെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളുടെ ഇന്ദിരാഗാന്ധിനെ തന്നെ എടുക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു ശിക്ഷണത്തിൽ അല്ലെങ്കിൽ അവർ കൊടുത്തുള്ള ആ അച്ഛൻ മകൾക്ക് കൊടുത്തിട്ടുള്ള അറിവുകൾ, ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ഒരു മകൾക്ക് ഊർജം നൽകി ആ മകളെ എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ, അതായത് അത്രയും നല്ല കാര്യങ്ങളാണ് ആ അച്ഛൻ മകൾക്ക് കൊടുത്തിരിക്കുന്നത്. ആ അച്ഛൻ മകളെ നന്നായിട്ട് പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ മകളെ പുഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അത്രയും നല്ലൊരു എന്താ പറയുക ശക്തമായ ഒരു വനിതയെ നമ്മൾക്ക് കിട്ടിയത് അല്ലേ. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു വനിത എന്ന് വേണമെങ്കിൽ ഇന്ദിരാഗാന്ധിനെ എന്നല്ലേ പറയുള്ളൂ. അപ്പം അവർക്ക് അത്രയും ഉയരങ്ങളിലേക്ക് അവർ ഒറ്റയ്ക്കല്ല എത്തിയിട്ടുള്ളത്. അവർക്ക് ആ ഒരു മെൻറ്റർ, അവരുടെ അച്ഛനേക്കാൾ വലിയൊരു മെൻറ്റർ അവർക്ക് വേറെ എവിടെയൊന്നും കിട്ടില്ല. അവരുടെ അച്ഛൻ നല്ലൊരു മെൻറ്ററായിരുന്നു. അവരുടെ മകളെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് ആ അച്ഛൻ്റെ ഒരു വഴികാട്ടൽ, അച്ഛൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് അല്ലേ. അതുപോലെ നമുക്ക് നമ്മുടെ രക്ഷിതാക്കൾക്ക് വഴികാട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അധ്യാപകർക്ക് കഴിയും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അധ്യാപകരുടെ കീഴിൽ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ എല്ലാ അധ്യാപകരെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ടാവും. നമ്മൾക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ അധ്യാപകരെ ആയിരിക്കും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെന്നും ഓർക്കുന്ന അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ബാക്കി എത്രയോ ആൾക്കാർ നമ്മളിപ്പോൾ 1ാം ക്ലാസ് മുതൽ +2 ഡിഗ്രി എവിടെ വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് അധ്യാപകരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ആർക്കും എല്ലാവർക്കും ഒന്നും നമുക്ക് വേണ്ടി നമുക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെ മാത്രം ഒരു എന്താ പറയുക ഒരു മെൻറ്റർ ആവാൻ അവർക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ ആവാനൊന്നും എല്ലാ അധ്യാപകർക്കൊന്നും കഴിഞ്ഞിട്ട് വരില്ല. പക്ഷെ ചിലവർക്ക് കഴിയും. ചില അധ്യാപകർക്ക് നമ്മളുടെ കഴിവുകളെ അവർക്ക് തിരിച്ചറിഞ്ഞ് അവർ നമ്മളെ വഴി കാണിച്ചു തരും. ഇന്ന വഴിയിലൂടെയാണ് നിനക്ക് പോകേണ്ടത്, നിനക്ക് ഇന്ന കഴിവുണ്ട് എന്ന് നമ്മൾക്ക് നമ്മളുടെ കഴിവുകളെ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ അധ്യാപകർക്ക് ചിലപ്പോൾ നമ്മളുടെ ചില ആൾക്കുട്ടികളുടെ കണ്ടില്ലേ പെട്ടെന്ന് അവർക്ക് ആ ഒരു അവരുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ അധ്യാപകർക്ക് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാവും. അതങ്ങനെ ചില അധ്യാപകരെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ നമ്മളുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ തരാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു, പോകുന്നു, അതൊരു ഡ്യൂട്ടി ചെയ്തത് പോകുന്ന പോലെ എന്നല്ലാണ്ട് നമ്മളൊരിക്കലും ഒരു ഫോളോ ചെയ്യാറൊന്നുമില്ല. അതുപോലെ നമ്മൾക്ക് ഒരു വഴികാട്ടിയാവാൻ കഴിയുന്ന ഒരാൾ നമ്മുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില ഫ്രണ്ട്സുകൾക്കൊക്കെ നമ്മളതിനെ മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്കതൊരു ഗുണമൊന്നുമല്ല. നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ഒപ്പം നിൽക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ നമ്മളെ കൂടെ നടന്നിട്ട് നമ്മളെ താഴ്ത്തിക്കിടാനോ അല്ലെങ്കിൽ നമ്മുടെ വഴി തെറ്റിക്കാനോ ശ്രമിക്കുന്നവരല്ല സുഹൃത്തുക്കൾ. അപ്പം നമ്മുടെ സുഹൃത്തുക്കളിലും ഉണ്ട് നമുക്ക് നല്ലൊരു വഴികാട്ടിയാവാൻ കഴിയുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സുഹൃത്തിനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമാണ്. അതൊക്കെ എല്ലാവർക്കൊന്നും കിട്ടുന്നൊന്നുമില്ല. കിട്ടുന്നവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. കാരണം നല്ലോണം നമുക്ക് വേണ്ടി നമ്മളുടെ എന്ത് സാഹചര്യത്തിലായാലും നമ്മളുടെ ഒപ്പം നിന്ന് നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങളായാലും, ചിലപ്പോൾ ഒരു ഫ്രണ്ട്സിനാണ് ശരിക്കും നമ്മളതിനെ ചീത്ത പറയാനോ, അവർ നമ്മളോട് ചീത്ത പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വഴിക്ക് പോകണം എന്ന് വെച്ചിട്ടുള്ള പറച്ചിലായിരിക്കും. അവരൊരിക്കലും നമ്മളുടെ ആ ഒരു സൗഹൃദം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കില്ല. നമ്മളുള്ള മോശം വശത്തെ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടല്ല, നമ്മളെ ഒന്ന് പേഴ്സണലായി വിളിച്ച് നമുക്ക് നീ ചെയ്തത് ശരിയല്ല, നിനക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനുള്ളൊരു
അത്രയും അടുപ്പുള്ളൊരു, അത്രയും സ്നേഹം, അതൊരു കെയർ തരുന്നൊരു സുഹൃത്തിനാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉയരങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തൊക്കെയാണ് അങ്ങനെ പറഞ്ഞുള്ളൂ. അല്ലാത്തവരൊന്നും യഥാർത്ഥ സുഹൃത്തുക്കളായിരിക്കില്ല. നമ്മളുടെ കൂടെ ഇങ്ങനെ കളിച്ച് ജീവിച്ച് നടക്കുക എന്നുള്ള അങ്ങനത്തെ സുഹൃത്തുക്കളായിരിക്കും കൂടുതലുണ്ടാവുക. നമ്മളെ ഉയരങ്ങളിലേക്ക് പുഷ് ചെയ്യാൻ കഴിയുന്ന ഒരു മെൻറ്ററായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു സുഹൃത്ത് അധികം ഉണ്ടാവില്ല. കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. പിന്നെ അതുപോലെ നമുക്ക് വഴികാട്ടീനെ കിട്ടുക എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ബോസ് നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായി, നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയെന്നൊന്നും നമ്മൾ ഒരു എല്ലാം അറിവുകളും തികഞ്ഞ ഒരാളായിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ വെച്ച്, പക്ഷെ നമ്മളതൊക്കെ തിയറി പഠിച്ചിട്ട് ഇറങ്ങുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസമായാലും കോളേജ് വിദ്യാഭ്യാസമൊക്കെ. പക്ഷെ നമ്മൾക്ക് നമ്മളൊരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ്, നമ്മൾക്ക് പ്രാക്ടിക്കലായി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ഒരു അറിവ് കിട്ടുക. അപ്പം നമ്മൾ വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു, ഞാൻ MBA കഴിഞ്ഞു, മറ്റ് ഒരുപാട് എനിക്ക് പഠിപ്പായി, ഇനി ഞാൻ വലിയൊരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നൊരു ജോലിക്കാരനായിട്ട് അവിടെ ജോലി ചെയ്യാൻ തന്നെ കഴിയുള്ളൂ. നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ അല്ലെങ്കിൽ നമ്മൾക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയും എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കി തരാനോ അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊന്നും ആ ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞൊന്നുമില്ല. അവർക്ക് അവരുടെ സ്ഥാപനം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി നമ്മൾ നന്നായി ചെയ്തു കൊടുക്കുന്നു, നമ്മൾക്ക് അതിനുള്ള പ്രതിഫലം തരും. അതല്ലാതെ നമുക്കൊരു ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷെ നമ്മളൊരു ചെറിയ കമ്പനി ആയിക്കോട്ടെ, ആ കമ്പനിയിൽ നമ്മൾ ഒരു നല്ലൊരു ബോസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വെച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു, എന്താ പറയുക, നമ്മൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി ചേർന്ന പോലെയൊക്കെ നമുക്ക് നല്ലൊരു ബോസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ കഴിയുക പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ബോസിന് നമുക്ക് അവർ നമ്മളെ നമുക്ക് ഒരുപാട് അറിവുകൾ തരും. അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പിന്നെ നമ്മളെ ഒരുപാട് അച്ചടക്കമുള്ളവരാക്കും. നമ്മൾ ചിലപ്പോൾ ഒരു അലസഭാവത്തിൽ ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ നല്ലൊരു ബോസാണെങ്കിൽ ആ ആൾക്ക് നമ്മളുടെ കഴിവുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മളെ മാക്സിമം, ചീത്ത പറയേണ്ടത് എവിടെയാണ് അവിടെ വഴക്ക് പറഞ്ഞിരിക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എവിടെ കണ്ടാലും എപ്പോൾ കണ്ടാലും അത് പ്രതികരിക്കും. അതൊരു നല്ല ബോസുകൾ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം നമ്മളുടെ ഉള്ളിൽ നല്ലൊരു കഴിവുണ്ട്, ആ കഴിവിനെ ഉയർത്തിക്കൊണ്ടിരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും അത് കാണിച്ചു തന്ന് അതിനെ തിരിച്ച് നല്ലൊരു വഴിയിലേക്ക്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റാക്കി കൊണ്ടുപോയി നമ്മളുടെ 100% പുറത്തെടുക്കാനുള്ളൊരു ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഒരു നല്ലൊരു ബോസിന് കഴിയും. നമ്മൾ ചെയ്യുന്ന ഇപ്പം നമ്മൾ ആലോചിക്കാതെയൊക്കെയും പല കാര്യങ്ങളും പറയുന്നുണ്ടാവുക. ഇന്നത് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. അപ്പം നല്ലൊരു ബോസിൻ്റെ കീഴിലാണെങ്കിൽ ബോസ് നമ്മളെ പഠിപ്പിച്ചു തരും. ഒരു കാര്യം സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കണം, നമ്മൾ പറയുന്ന കാര്യം അത് 100% കറക്റ്റാണോ, നമ്മളുടെ പ്രവൃത്തി 100% ശരിയായിരുന്നോ, ഇത് പറഞ്ഞാൽ കൊണ്ടുള്ള നേട്ടം എന്ത് എന്നുള്ളതൊക്കെ കറക്റ്റ്. അത്രയും ഒരു നല്ലൊരു ബോസിൻ്റെ നല്ലൊരു മെൻറ്ററിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അത് ആ ആൾക്ക് നമ്മളെ നല്ലോണം അത്രയും നമ്മളുടെ കഴിവിൽ അത്രയും ആ ഒരു ബോസിന് വിശ്വാസമുണ്ടെങ്കിൽ നമ്മളെ അത്രയധികം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അവർ ശ്രമിച്ചിരിക്കും. പക്ഷെ നമ്മൾക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞോളൊന്നുമില്ല. നമ്മൾ വിചാരിക്കും നമ്മളെ എന്താ പറയുക, ആൾ ചീത്ത പറയുകയാണ് അല്ലെങ്കിൽ അതല്ല, നമ്മളുടെ കഴിവ് മനസ്സിലാക്കി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നൊരു ആളാണ് നമ്മളെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെൻറ്ററുകളെയും നമുക്ക് കിട്ടും. അങ്ങനെ ജീവിതത്തിൽ പല വഴികാട്ടികളും നമ്മൾക്ക് വരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ യഥാർത്ഥ വഴികാട്ടികളെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി പുറത്തിറങ്ങി വർക്ക് ചെയ്യണം. നമ്മളിപ്പോൾ വീട്ടിൽ കുറേ പഠിച്ച് വീട്ടിലിരുന്നുകൊണ്ടൊന്നും നമുക്കൊരു വഴികാട്ടിനെ കിട്ടില്ല. നമ്മൾ പുറത്തിറങ്ങി വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് ആൾക്കാരായിട്ട് കമ്പനി സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള മെൻറ്റേഴ്സിനെ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും നല്ല വഴികാട്ടികൾ ദൈവം തന്നെയാണല്ലോ ഏറ്റവും വലിയ മെൻറ്റർ അല്ലേ. പല കാര്യങ്ങളും നമുക്ക് പല രാമായണങ്ങളായാലും മഹാഭാരതങ്ങളൊക്കെ ആയാലും എല്ലാത്തിലും ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കില്ല. അതൊക്കെ അന്നത്തെ കാലത്തുള്ളതല്ലേ എന്നുള്ള രീതിയിൽ നമ്മളതിനെ വില കൽപ്പിക്കാറില്ല. പക്ഷെ അതിലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ നടപ്പിലാക്കാനും കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പം ഞാനൊന്നും വായിച്ചിട്ടല്ല, പക്ഷെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിതത്തിലെ
നമ്മൾക്ക് സ്വയം വഴികാട്ടിയാവാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മളുടെ അറിവിൽ നിന്നും നമുക്ക് കിട്ടും. കുറേയൊക്കെ നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നും നമുക്ക് സ്വയം വഴികാട്ടിയാവാൻ കഴിയും. നമ്മൾ പല വഴികളിലൂടെ പോയിട്ട് പല കുണ്ടിലും പോയി ചാടിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കും. ആ പോണ വഴിയിൽ പല കുണ്ടുകളുണ്ട് എന്നുള്ളത് സ്വയം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ വഴിയിലൂടെ പോവില്ല. അപ്പം നമ്മൾക്ക് തന്നെ നമ്മളുടെ ഒരു നല്ലൊരു വഴികാട്ടിയാവാൻ കഴിയും. നമ്മൾക്ക് അങ്ങനെ ഒരു വഴികാട്ടിയാവാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കൂടെ നടക്കുന്നവരെയും കൂടെ നല്ല വഴിക്ക് കൊണ്ട് നടക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു വഴികാട്ടിയാവാൻ നമ്മൾക്കും കൂടെ കഴിയണം. പരമാവധി നമ്മൾക്ക് നമ്മളുടെ ഒപ്പമുള്ളവരെ, നമ്മൾക്ക് പരിചയമുള്ളവരെ, നമ്മൾക്ക് അറിയുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ അറിയാത്തവരായിക്കോട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല വഴികാട്ടിയാവാൻ ശ്രമിക്കുക. നല്ല വഴികൾ കാണിച്ചു കൊടുക്കുക. നല്ലതായിട്ട് എന്താ പറയുക, അവർക്ക് എനർജി കൊടുക്കുക, ഊർജം കൊടുക്കുക, ധൈര്യം കൊടുക്കുക. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പോകാൻ കഴിയുന്ന വഴികൾ തന്നെയാണ് ഈ ലോകത്തുള്ളൂ. അത് ഇപ്പം നമ്മൾക്ക് വലിയൊരു കാടാണ്, നമ്മൾക്ക് അതിലൂടെ ഒരു വഴി വെട്ടിത്തെളിച്ച് നമ്മൾക്കൊരു ഫിനിഷിംഗ് പോയിന്റ് മാത്രം കാണിച്ചു തരും. പക്ഷെ അവിടേക്ക് പോകേണ്ട വഴികൾ അത് നമ്മൾ തന്നെ വെട്ടിത്തെളിച്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയുക, നല്ലൊരു വഴികാട്ടികൾ എല്ലാവർക്കും, രക്ഷിതാക്കളായിക്കോട്ടെ, ഫ്രണ്ട്സോ അല്ലെങ്കിൽ നല്ല ബോസോ, എല്ലാവരും ഒരു വഴികാട്ടി ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു വഴികാട്ടി വന്നു കഴിഞ്ഞാലായിരിക്കും ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുക. നമുക്ക് ആ ഒരു നമ്മൾ അത്രയും കാലം വന്നിരുന്ന വഴികളോ നമ്മൾ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല നമ്മൾ പിന്നീട് ആ ടേണിംഗ് പോയിന്റിന് ശേഷം ഉണ്ടായിരിക്കുന്ന നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവും. നമ്മളെ നമ്മൾ പ്രവർത്തിക്കാൻ ധൈര്യമുള്ളവരെ മാറിയിട്ടുണ്ടാവും. അത്രയും നല്ലൊരു വഴികാട്ടിലേക്കാണ് നമ്മളതിനെ അത്രയധികം പ്രോത്സാഹിപ്പിച്ച് വഴി കാണിച്ചു തരാൻ കഴിയുള്ളൂ. അവർ നമ്മളോട് പറയുന്നത് എന്താണ്, നമ്മൾക്ക് ഇന്നത്തെ ലോകത്ത് ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലേ, ഒരുപാട് ഐഡിയാസുകളുണ്ട്. പക്ഷേ നമ്മളാരും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം കാണിക്കാറില്ല. അപ്പം നമ്മളൊരു നല്ലൊരു മെൻറ്ററുണ്ടെങ്കിൽ മെൻറ്റർ എന്താ പറയുക, ബി ബോൾഡ്, ധൈര്യശാലികളാവും. നമ്മളുടെ നിയന്ത്രണങ്ങളെ വലിച്ച് പൊട്ടിച്ച് നമ്മൾ അതിനെ മറികടക്കാനുള്ള ധൈര്യം കാണിക്കുമ്പോഴാണ് നമ്മൾക്ക് എന്താ പറയുക, നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആ കംഫർട്ട് സോണിനുള്ളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നല്ലതാകാൻ കഴിയില്ല. നമ്മളൊരു കാര്യം, ഇന്നത്തെ ലോകത്ത് ഒരുപാട് ഐഡിയാസും ഒരുപാട് അവസരങ്ങളും ഉള്ളത് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ, നമ്മൾ ആ അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് അവർ നന്നായിട്ട് പ്രയോജനപ്പെടുത്തും, അവർക്കത് ഉപകാരപ്പെടും. അപ്പം നമ്മളായിട്ട് നമ്മൾ മാറി നിൽക്കരുത്. നമ്മളെ കഴിവുകൾ ഒരു വഴികാട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് സ്വയം പഠിച്ചിട്ട്, നമ്മൾ സ്വയം പഠിക്കാനുള്ള മടി കാരണമാണ് നമ്മൾ നിൽക്കുന്നവിടെ തന്നെ നിൽക്കുന്നത്. നമ്മളതിനെ നമ്മൾ സ്വയം നമ്മളുടെ കഴിവുകളെ, നമ്മളെ ബെസ്റ്റ് വേർഷനെ പുറത്തെടുക്കാനോ അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മളുടെ ഓരോ ചെറിയ സ്റ്റെപ്പുകൾ വെക്കാൻ കഴിഞ്ഞാൽ മതി. നമുക്ക് ഒരു സ്റ്റെപ്പേ വെക്കാൻ കഴിയുള്ളൂ വെച്ചാൽ അത് നമ്മൾ വെക്കണം ഡെയിലി. അത് വെച്ച് അങ്ങനെ നമ്മൾ ദിവസം ഒരു സ്റ്റെപ്പാണെങ്കിൽ ഒരു വർഷമാകുമ്പോഴേക്കും 365 സ്റ്റെപ്പായില്ലേ. അപ്പം നമ്മൾ എത്രയോ ഉയരത്തിലെത്തിയില്ലേ. അതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു വഴിയിലൂടെ നമുക്ക് പോകാൻ, മറ്റുള്ളവർക്ക് നമ്മൾക്ക് വഴികാട്ടിയാവാൻ കഴിയും. നമ്മൾ ചെയ്യുന്നത് കണ്ട് അവർ നമ്മളുടെ വഴിയിലൂടെ അതിന് അത്രയും നല്ല വഴിയിലൂടെ നമ്മൾ പോയി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ വഴിയിലൂടെ മറ്റുള്ളവർക്കും വരാനുള്ള ധൈര്യം കൂടെ വരും. അപ്പം നല്ലൊരു വഴികാട്ടി ആവാനും കൂടെ നമ്മൾക്കും കഴിയും. എല്ലാവരും ഒന്നും വഴികാട്ടികളായില്ലെങ്കിലും നമ്മൾക്കും മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാവാൻ നമ്മൾ സ്വയം ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു മെൻറ്ററാവാൻ ശ്രമിക്കുക. ഞാനും അങ്ങനെ ഒരു ചെറിയൊരു മെൻറ്ററാവാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഊർജ്ജം തരുന്നു. നിങ്ങളെ കൊണ്ടും കഴിയും നിങ്ങൾക്കും നല്ലൊരു വഴികാട്ടിയാവാൻ. ഓക്കെ, താങ്ക് യു.